ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 days ഇൻ മൈ ലൈഫ്. തുടക്കമേ പോയി. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ 3ാമത്തെ വട്ടമാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഞാൻ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇത് യൂഷ്വലി ഞാൻ എൻ്റെ വോയിസ് എല്ലാം നൈറ്റാണ് റെക്കോർഡ് ചെയ്യുക. അപ്പം ഇന്ന് നൈറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. ഐ എം റിയലി സോറി. പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച കാര്യമാണ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യുമെന്ന്. പക്ഷേ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് അധികം ഒന്നും ഉണ്ടാവില്ല. 2 minutes ഒക്കെ ഞാൻ ഈ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് രാവിലെ റെഡിയായി പോകുന്ന എടുക്കാൻ പറ്റും, സ്കൂൾ വിട്ടതിന് ശേഷമാണ് ബാക്കി പിന്നെ എടുക്കാൻ പറ്റുക. അതെന്താണ്, രാവിലെ റെഡിയാവുന്നു, സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, ഫുഡ് കഴിക്കുന്നു, പഠിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇത്രയേ ഉള്ളൂ. നമുക്ക് കോളേജിലൊന്നും പോകുന്ന പോലെ സ്കൂളിൽ ഫോൺ കൊണ്ടുപോകുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഫൺ, അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സ്കൂളിൽ. ഒരു വർഷത്തെ കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോയിട്ട് ബാക്ക് ടു ബാക്ക് കോണ്ടൻസ് ആയിരിക്കും. സോ ഇപ്പം എനിക്കൊന്നൊരു ഗേളാണെന്ന് തോന്നുന്നു എനിക്ക് ആ കമൻറ്റ് ഇട്ടത്. സോ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ ഡു. സോ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ കോണ്ടൻറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഭയങ്കര മേക്കപ്പും ചെയ്യാറില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, കണ്ണെഴുതും, ആൻഡ് പൊട്ട് വയ്ക്കും, സ്റ്റഡിടും, പോണിറ്റെയിൽ. ദാറ്റ്സ് മൈ ഓൾ ടൈം ലുക്ക് എന്ന് പറയാം. ഇപ്പം പിന്നെ കുറച്ച് മറ്റേ ഈ ബേബി പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിടും. കാരണം എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഇതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പോകും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓയിലി ഹെയറാണ്, ഓയിലി സ്കിന്നാണ്, അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമതേ ചൂട്, ഇപ്പോൾ ഇങ്ങനെ മഴയില്ലല്ലോ ട്രിവാൻഡ്രത്ത്. സോ അപ്പം അതാണ്. ഇപ്പോൾ സ്കൂളിൽ റെഡി ആവുന്നു, കണ്ണെഴുതി പൊട്ട് വെച്ചു. കണ്ണെഴുതുന്നതൊന്നും ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് എടുത്തില്ല. നമുക്ക് പഴയ വീട്ടിലെ പോലെ നമുക്കൊരു പൊസിഷനൊന്നും റെഡി ആയിട്ടില്ല. ആൻഡ് എൻ്റെ റൂമൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഓണം വരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ +2 ആണ് ഗൈസ്, കുറേ പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ എല്ലാ പിങ്കിനോടുള്ള ഒബ്സഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഞാൻ എൻ്റെ പഴയ കേസിലോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാനും അമ്മയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. അപ്പോൾ അതാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, ചായ ഇട്ട് കുടിക്കുന്നു, കുറച്ച് നേരം ഫോണിൽ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും എഴുതാണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റിലിരുന്ന് എഴുതിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പേന തട്ടി എൻ്റെ തലേണയിൽ പേനയുടെ ഇങ്കായി. അപ്പം ഞാൻ അതെങ്ങനെയോ റിമൂവറൊക്കെ വെച്ച് മായ്ച്ചു. കഷ്ടപ്പാടാണ് ഗൈസ്, കട്ടിലിരുന്ന് പഠിക്കരുത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞാൽ ടേബിളൊന്ന് പ്രോപ്പർലി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പതുക്കെ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ്, അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇത് സൺഡേ ആണ്. ആക്ച്വലി സാറ്റർഡേ കല്യാണ തലേന്ന് ഉണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്തില്ല, ഓഫ്കോഴ്സ് ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞത് കല്യാണത്തിൻ്റെ അന്നാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു, വലിയൊരു കല്യാണമായിരുന്നു. അൽസാജിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ അമ്മാമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. സോ അപ്പം പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു ചെറുക്കൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അൽസാജിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ദ ഓൺലി തിങ് ഐ ലൈക്ക് ഇൻ ദിസ് വെഡിങ് ഇസ് ലൈക്ക് AC ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. എനിക്ക് യൂഷ്വലി കല്യാണങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരേ ഒരു ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ചൂടാണ്. എനിക്ക് പറ്റില്ല. കുറേ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ലായിരുന്നു. AC ഹാളായതുകൊണ്ട് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ ഈ വീക്കെൻഡ് വന്നിട്ടില്ല, അവൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞങ്ങൾ അവന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുത്തു. അവൻ ഹോസ്റ്റലിൽ പോയി കാണാൻ പോയി. അതിന് ശേഷം ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഇറ്റ്സ് എ മൺഡേ. ഞങ്ങൾക്ക് അന്ന് സ്കൂളിലായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ എനിക്ക് പല്ലിന് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാൻ പറ്റൂ. സോ ഞങ്ങൾ നേരെ പല്ലിന് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് പോയി. എൻ്റെ പല്ലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് കനാലിൽ ഇതെനിക്ക് ക്യാപ്പ് ഇടാനുണ്ടായിരുന്നു ഒരെണ്ണം. പിന്നെ ഓൾസോ വേറെ കുറച്ച് ഇഷ്യൂസ്, ഡെൻ്റൽ ഇഷ്യൂസോ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോരോ സിറ്റിംഗ് എടുത്തിട്ടേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമ്മാ ബസ്സിൽ കയറി ഓട്ടോയിൽ പോവുക, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ലുലു മോളിൽ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോവുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈവൻ ദോ ഐ എം ജസ്റ്റ് 16, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ചെറുതായിട്ട് ഒരു പ്രശ്നം പറ്റി. അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ അതല്ല, പ്രൊസീജിയർ കുറേ ലോങ് ആയിരുന്നു. 4 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ 10 മണിക്ക് പോയാൽ ഞാൻ 4 മണിക്കാണ് വന്നത്. സോ വിശന്ന് പണ്ടാരടങ്ങി വന്നു. ഞാൻ അതിൻ്റെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഇപ്പോൾ റംബൂട്ടാൻ സീസണാണല്ലോ, അപ്പോൾ അതും കഴിച്ചു. സോ അപ്പോൾ അതിലുള്ള വീഡിയോ, സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സീ യു.